ഇന്ത്യ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ സമ്മേളിച്ച ഉച്ചകോടി ബ്രിക്സിനെ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി വളർത്തുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഇന്നലെ സമാപിച്ചത്. വികസന ബാങ്ക് രൂപീകരിക്കുക എന്നതാണ് ഇന്നലെ കൈക്കൊണ്ട സുപ്രധാന തീരുമാനം. 5 വർഷം കൊണ്ട് $4.5 ലക്ഷം കോടി മൂലധനം കൈവരിക്കുക എന്നതാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. ഈ ആശയം ഡൽഹിയിൽ നടന്ന 4ാം ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ മുന്നോട്ട് വച്ചതായിരുന്നു. $50 ബില്യൺ വരെ മുതൽ മുടക്കാൻ ഇപ്പോൾ രാജ്യങ്ങൾ തയ്യാറാണെങ്കിലും അത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. ബാങ്കിന്റെ മൊത്തം മൂലധനം, അംഗത്വം, ആസ്ഥാനം, ഭരണനേതൃത്വം എന്നീ കാര്യങ്ങൾ സംബന്ധിച്ച് അടുത്ത മാർച്ചിൽ ബ്രസീലിൽ ചേരുന്ന 6ാമത്തെ ഉച്ചകോടിയിൽ തീരുമാനമാകും. ബ്രിക്സ് ഉച്ചകോടിയിലെ മറ്റൊരു സുപ്രധാന തീരുമാനം $10,000 കോടി അമേരിക്കൻ കരുതൽ നിധി രൂപീകരണമാണ്. ഇതിന്റെ 41% ചൈനയും 18% വീതം ഇന്ത്യ, ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളും 5% ദക്ഷിണാഫ്രിക്കയും വഹിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളെ സഹായിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലെ വ്യാപാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബ്രിക്സ് വികസന കൗൺസിലും ഇന്നലെ രൂപീകരിച്ചിരുന്നു. ബ്രിക്സ് രാജ്യങ്ങളിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ ഭക്ഷ്യസുരക്ഷയും ഉച്ചകോടിയിലെ പ്രധാന അജണ്ടകളിലൊന്നായിരുന്നു. ആദ്യമായാണ് ആഫ്രിക്കൻ രാജ്യം ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ധനമന്ത്രി പി ചിദംബരം, വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കര മേനോൻ എന്നിവരാണ് ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.